ഞാൻ എൻ്റെ ഭർത്താവും 2 കുഞ്ഞുങ്ങളുമുള്ള സ്വർഗമായിരുന്നു ഞങ്ങളുടെ കുടുംബം. കൂലിപ്പണിയെടുത്ത് അദ്ദേഹം ഞങ്ങളെ നോക്കിയത്. പെട്ടെന്ന് അദ്ദേഹം പോയപ്പോൾ ഞങ്ങളാകെ തകർന്നുപോയി. ആദ്യം ഒരു മരവിപ്പായിരുന്നു, പിന്നെ ജീവിക്കാനുള്ള വാശിയായി. മനസ്സ് നിറയെ അർജുനും അശോകനും മാത്രം. അവരെ പഠിപ്പിക്കണം, നല്ല നിലയിൽ എത്തിക്കണം എന്നൊക്കെ. പിന്നെ വീട്ടു ജോലി ചെയ്ത് അവരെ വളർത്തിയതും വലുതാക്കിയതും. എന്നാൽ പഠിച്ചു വലിയ ആളുകളായപ്പോൾ അവർക്ക് ഞാനൊരു ഭാരമായി. അവരുടെ നിലക്കും വിലക്കുമൊത്ത 2 മരുക്കൾ കൂടി വന്നതോടെ ഞാൻ ആരുമല്ലാതെയായി. അതുവരെ എന്നോട് സംസാരിക്കാനും എൻ്റെ ഒപ്പം സമയം ചിലവഴിക്കാനും കഴിയാതിരുന്ന അവർക്ക് പിന്നീട് ഞാൻ ആ വീട്ടിലെ വെറും വേലക്കാരിയായി മാറി. സ്വന്തം മക്കളല്ലേ എന്നോർത്ത് പിന്നെയും പിടിച്ചു നിന്നു. എന്നാൽ ഒരു ദിവസം അവരുടെ മേൽ ഉദ്യോഗസ്ഥന്മാർ വിരുന്നിന് വന്നപ്പോൾ ജോലിക്കാരിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത അന്ന് മനസ്സുമെടുത്തപ്പോൾ സ്വയം ഇറങ്ങി വരികയായിരുന്നു. അങ്ങനെ എത്തിപ്പെട്ടതാണ് ആശ്രമത്തിൽ. അപ്പോഴാണ് എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ടെന്ന് ഞാൻ അറിയുന്നത്. തങ്ങളുടെ നല്ല കാലം മുഴുവൻ മക്കൾക്കും ഭർത്താവിനും മറ്റുള്ളവർക്കും വേണ്ടി അർപ്പിച്ച് അവർക്ക് വേണ്ടി ഓരോ നിമിഷവും അധ്വാനിച്ചുരുകി ജീവിച്ചു. തങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കാതെ അവരുടെ പരിഗണനയും സ്നേഹവും മാത്രം ആഗ്രഹിച്ചു ജീവിച്ചു. അവസാനം വയസ്സാകുമ്പോൾ ആർക്കും വേണ്ടാത്തവരെ പോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ. ആശ്രമത്തിലെത്തിയതിനു ശേഷമാണ് ജീവിതത്തിലെ സന്തോഷങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടുന്നത്. അവിടെ ഇന്നുവരെ അപമാനമോ കുറ്റപ്പെടുത്തലോ അവഗണനയോ ഞാൻ അനുഭവിച്ചിട്ടില്ല, അതിരു കവിഞ്ഞ വാത്സല്യമല്ലാതെ. നിറഞ്ഞ കണ്ണുകളോടെ സംസാരിക്കുന്ന ആ അമ്മയ്ക്ക് ആമി നല്ല കേൾവിക്കാരിയായി. ഒരു നിമിഷം അവരുടെ വാക്കുകൾ അവളെയും ഒത്തിരി വേദനിപ്പിച്ചു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണി ആമിയെ നോക്കി ചിരിച്ചുകൊണ്ട് ആ അമ്മ സംസാരിച്ചു തുടങ്ങി. മോള് വിഷമിക്കേണ്ട, യാദവ സാർ ഉള്ളിടത്തോളം കാലം ഞങ്ങളും ആശ്രമവും സുരക്ഷിതരായിരിക്കും. അതുമാത്രമല്ല, ഞങ്ങൾക്കൊരു കുറവും ഉണ്ടാവുകയുമില്ല. പിന്നെ ഞങ്ങളെപ്പോലെ ആരുമില്ലാത്തവരുടെ പ്രാർത്ഥന ഉള്ളിടത്തോളം കാലം ദൈവം അദ്ദേഹത്തെയും കുടുംബത്തെയും കൈവിടില്ല. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും സാറും കുടുംബവും ഉണ്ടാകാറുണ്ട്. നിറഞ്ഞ കണ്ണുകളോടെ ആ അമ്മ അത് പറയുമ്പോൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ വന്നു തറച്ചത് ആമിയുടെ ഹൃദയത്തിലേക്കായിരുന്നു. പിന്നെയും കുറേ നേരം ഇന്ദു അമ്മയോടൊപ്പം ആമി ചിലവഴിച്ചു. അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു അമ്മയുടെ കരുതലോടെ തനിക്ക് ചെയ്തു തരുന്ന ഇന്ദു അമ്മയെ അവൾ സ്നേഹത്തോടെ നോക്കി. ഉറക്കമുണർന്ന യാദവ് മുറിയിലും ബാത്റൂമിലും ആമിയെ കാണാതായതും അവളെ തിരക്കി താഴേക്ക് ചെന്നു. അവിടെ ഇന്ദു അമ്മയോടൊപ്പം സംസാരിച്ചിരിക്കുന്ന ആമിയെ കണ്ടപ്പോഴാണ് അവന് ശ്വാസമൊന്ന് നേരെ വീണത്. അവരെ ഒന്ന് നോക്കിയതിനു ശേഷം അവനൊന്ന് കുളിച്ച് ഫ്രഷായി. പിന്നെ ഫോണും എടുത്ത് ഹാളിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവന് വേണ്ട ചായ ടേബിളിലെത്തിയിരുന്നു. അന്നത്തെ ദിവസം യാദവ് എവിടെയും പോയില്ല, വില്ലയിൽ തന്നെ നിന്നു. ഈ സമയം ഇന്ദു അമ്മ അവൾക്ക് വേണ്ടി പ്രത്യേക രുചിക്കൂട്ടുകൾ ഉണ്ടാക്കി അവളെ ഊട്ടിക്കുന്ന തിരക്കിലായിരുന്നു. ആമിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവൾക്ക് വേണ്ടി ഓരോന്നും ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് പ്രത്യേകം താല്പര്യമായിരുന്നു. കാളിയാർ മഠം വിട്ട് വന്നതിൽ പിന്നെ ആമിക്ക് വല്ലാത്തൊരൊറ്റപ്പെടലായിരുന്നു. പിന്നെ ഇന്ദു അമ്മ ഒരു പരിധിവരെ അവളെ ആ ചിന്തകളിൽ നിന്ന് വരാതെ നോക്കി. വില്ലയുടെ ഹാളിലിരുന്ന് TV കാണുവാണ് ആമി. കുറച്ചു മാറി നിന്ന് യാദവ് ലാപ്പിൽ വർക്ക് ചെയ്യുന്നു. അവൻ്റെ ശ്രദ്ധ ആമിയിലേക്ക് പോകുന്നുണ്ട്. ഇടയ്ക്ക് വല്ലാത്ത ക്ഷീണം തോന്നിയതും അവൻ ലാപ്പ് അടച്ചു വെച്ച് സോഫയിലേക്ക് ചാരി. രാത്രി 7 മണിയായപ്പോൾ സേവ്യർ വില്ലയിലേക്ക് എത്തിയിരുന്നു. യാദവിനും ആമിക്കുമെതിരെ ഏത് നിമിഷവും രഘുരാജയുടെ ആളുകളിൽ ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് അവൻ കാളിയാർ മഠത്തിൽ നിൽക്കാതെ ഇങ്ങോട്ട് വന്നത്. അധികം വൈകാതെ എല്ലാവരും ഭക്ഷണം കഴിച്ചു. എന്നാൽ യാദവ് മാത്രം ഒന്നും കഴിക്കാതെ ഓഫീസ് റൂമിലേക്ക് പോയി. ആമി ഭക്ഷണം കഴിച്ച ഉടനെ ടാബ്ലറ്റും എടുത്ത് നേരെ മുറിയിലേക്കും. ഒന്ന് ഫ്രഷായതിനു ശേഷം അവൾ വസ്ത്രം മാറി വരുമ്പോൾ യാദവ് സോഫയിൽ കിടക്കുന്നുണ്ട്. സാധാരണ ഈ സമയത്തൊന്നും അവൻ കിടക്കാറില്ല. പിന്നെയും കുറച്ചു നേരം ലാപ്പ് നോക്കിയിരുന്നു, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് കൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കുന്നതാണ് പതിവ്. അതുകൊണ്ട് തന്നെ എന്തോ സംശയം തോന്നി അവൾ അവനടുത്തേക്ക് പോയി. ക്ഷീണിച്ച കണ്ണുകൾ അടച്ചു കിടക്കുന്ന യാദവിനെ കണ്ടപ്പോൾ ആമിക്ക് വല്ലാതെയായി. പതിയെ തിരിഞ്ഞു നടന്നു എങ്കിലും ആമി അവിടെ നിന്നു. പിന്നെ അല്പം അടിച്ചാണെങ്കിലും യാദവിൻ്റെ നെറ്റിയിലൊന്ന് തൊട്ടുനോക്കി. നിമിഷങ്ങൾക്കകം ആമി ആ കൈ വലിച്ചു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. യാദവിന് ചുട്ടുപൊള്ളുന്ന പനി. ആമി വേഗം അവനടുത്തേക്ക് വന്നു. കണ്ണുകൾ അടച്ചിട്ടുണ്ട് എങ്കിലും മുഖം ചുളിയുന്നതിൽ നിന്ന് തന്നെ അവന് നല്ല അസ്വസ്ഥതയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. യാദവിൻ്റെ നല്ല നീളമായതുകൊണ്ട് തന്നെ അവൻ അതിൽ കിടക്കാൻ നല്ല പ്രയാസമുണ്ട്. കാലുകൾ ചുരുക്കി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അവൾക്ക് അസ്വസ്ഥത തോന്നി. ആമി വേഗം തൻ്റെ ഫോൺ എടുത്ത് സമയം നോക്കി. 10 മണി കഴിഞ്ഞു. അവരുടെ മുറിയിലല്ലാതെ വേറെ എവിടെയും ലൈറ്റുമില്ല. പെട്ടെന്ന് ആമിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തതുപോലെ
ഇന്ദു അമ്മയെ വിളിക്കാൻ കഴിയില്ല. പ്രായമായ സ്ത്രീയാണ്. പോരാത്തതിന് പ്രഷറിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നതുമാണ്. അതുകൊണ്ട് ഉറങ്ങിക്കാണും. പിന്നെ ഉള്ളത് സേവ്യർ. ഇന്നലെ താൻ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ സേവ്യർ അവിടെ തന്നെ നിന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഇന്നലത്തെയും ഇന്നത്തെയും അലച്ചിലിൻ്റെ ക്ഷീണത്തിൽ അവനവൻ്റെ ക്ഷീണം നിറഞ്ഞ മുഖം മനസ്സിലേക്ക് വന്നതും ആമിക്ക് അവനെ വിളിക്കാൻ തോന്നിയില്ല. അവൾ കണ്ണുകളടച്ച് ഫോൺ താഴെ വെച്ചു. പിന്നെ കണ്ണുകൾ അടച്ച് 2 സെക്കൻഡ് നിന്നു. അപ്പോഴെല്ലാം മനസ്സിലേക്ക് വന്നത് ഒരാപത്ത് വരുമ്പോൾ പാഞ്ഞു വന്ന് തന്നെ രക്ഷിക്കുന്ന മുഖമാണ്. അതേസമയം അവളുടെ കണ്ണുകൾ സോഫയിലേക്ക് പോയി. പിന്നെ ഒന്നും നോക്കാതെ വേഗം മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി നേരെ അടുക്കളയിലേക്ക് പോയി. പിന്നെ കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കി. അതിൽ ചുക്കും കുരുമുളകും കുറച്ചധികം ചേർത്തിരുന്നു. പിന്നെ കുറച്ച് തണുത്ത വെള്ളവും ഒരു പാത്രത്തിലെടുത്തു. എല്ലാം എടുത്തു വെച്ച് മുറിയിലേക്ക് നടക്കുമ്പോഴും ആമിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പക്ഷെ അവനെ ആ അവസ്ഥയിൽ തനിച്ചാക്കാൻ അവൾക്ക് തോന്നിയില്ല. പതിയെ മുറി തുറന്ന് അവൾ അകത്തേക്ക് കയറി ടേബിളിലെല്ലാം വെച്ചതിനു ശേഷം അവൾ യാദവിനടുത്തേക്ക് പോയി. ഇപ്പോഴും ചുരുണ്ട് കൂടിയാണ് അവൻ കിടക്കുന്നത് തന്നെ. ഒരു നിമിഷം ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. മുഖത്ത് ക്ഷീണമുണ്ടെങ്കിലും വല്ലാത്ത ഗൗരവം നിറഞ്ഞു നിൽക്കുന്നത് പോലെ. അവനെ വിളിക്കണമെന്നുണ്ടെങ്കിലും എന്തോ അവളെ അതിനനുവദിക്കാത്തതുപോലെ. പക്ഷേ അവൻ്റെ ചുട്ടുപൊള്ളുന്ന ശരീരം കാണുമ്പോൾ ആമിക്ക് ചെറുതായി ടെൻഷനായി തുടങ്ങിയിരുന്നു. പതിയെ അവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ തോളിൽ അവളൊന്ന് തട്ടി നോക്കി. പക്ഷേ അതൊന്നും യാദവ് അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ ഉണരാത്തത് കണ്ടതും ആമി ഒന്നുകൂടെ അവൻ്റെ തോളിൽ പിടിച്ച് കുലുക്കി. ശരീരമാസകലം നല്ല വേദനയും ക്ഷീണവും ഉള്ളത് കൊണ്ട് തന്നെ സ്വയം അറിയാതെ നല്ല മയക്കത്തിലാണ് യാദവ്. പെട്ടെന്ന് തോളിൽ ആരോ തട്ടുന്നത് അറിഞ്ഞപ്പോഴാണ് അവൻ പതിയെ കണ്ണു തുറന്നത്. തലക്കും കൺപോളകൾക്കും വല്ലാത്ത ഭാരം തോന്നിയെങ്കിലും ഇനി ആമിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷനിൽ അവൻ തൻ്റെ അവശത മറന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു. എന്നാൽ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആമിയെ കണ്ടതും ശരീരത്തിൻ്റെ ക്ഷീണമെല്ലാം നിമിഷ നേരം കൊണ്ട് പമ്പ കടന്നതുപോലെ തോന്നി അവന്. എന്താ അമ്മേ, എന്തു പറ്റി? നിനക്ക് സുഖമില്ലേ? ഹോസ്പിറ്റൽ പോണോ? സെക്കൻഡുകൾക്കുള്ളിൽ സോഫയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് നിന്ന് തനിക്ക് നേരെ ടെൻഷനോടുകൂടി ചോദിക്കുന്ന യാദവിനെ ആമി മിഴിച്ചു നോക്കി നിന്നു. ആമി? ഒന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന ആമിയെ യാദവ് ഒന്നുകൂടെ വിളിച്ചതും ആമി പെട്ടെന്ന് മുഖം വെട്ടിച്ചു. പിന്നെ അവനെ നോക്കാതെ ടേബിളിൽ വെച്ചിരിക്കുന്ന ചുക്ക് കാപ്പിയെടുത്ത് അവൻ്റെ നേർക്ക് നീട്ടി. തൻ്റെ നേർക്ക് നീട്ടിയിരിക്കുന്ന കപ്പിലേക്കും പിന്നെ ആമിയുടെ മുഖത്തേക്കും അവൻ സംശയത്തോടെ നോക്കി. നിങ്ങൾക്ക് നല്ല പനിയുണ്ട്, ഇത് കുടിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടും. അവനെ നോക്കാതെ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് ആ കപ്പ് വാങ്ങി. അവൻ തൻ്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങുന്നത് ആമി അറിഞ്ഞുവെങ്കിലും അവനെ നോക്കാൻ അവൾ തയ്യാറായില്ല. അവനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് വല്ലാത്ത മടി തോന്നി. എന്നാൽ ഒരു നിമിഷം അവളുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ. പെട്ടെന്ന് അവൻ്റെ ചൊടികളിൽ ആർക്കും കാണാൻ സാധിക്കാത്ത ഒരു പുഞ്ചിരി വിരിഞ്ഞു. നിമിഷ നേരങ്ങൾ കൊണ്ട് അത് അപ്രതീക്ഷിതമാവുകയും ചെയ്തു. യാദവ് അവളെ നോക്കിക്കൊണ്ട് തന്നെ ആ കപ്പ് ചുണ്ടോട് ചേർത്തു. കുരുമുളകിൻ്റെയും ശർക്കരയുടെയും പനിനീർ കൂർക്കയുടെയും ചുക്കിൻ്റെയും എല്ലാം രുചി വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ നാവ് രുചിച്ചറിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആ രുചി തൻ്റെ നാവിലെ രസമുളകൾ ഉണർത്തുന്നത് അവൻ അറിഞ്ഞു. ശരീരത്തിലേക്കും മനസ്സിലേക്കും ആ കാപ്പിയുടെ ചൂടാഴ്ന്നിറങ്ങുമ്പോൾ പ്രത്യേക ആ കാപ്പിക്കാണോ അതോ പകർന്നു തന്ന ആൾക്കാണോ എന്ന് അവൻ ഒരു നിമിഷം ചിന്തിച്ചു. എന്നാൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ അവൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കണ്ണടച്ച് ആ കാപ്പി ആസ്വദിച്ച് കുടിക്കുന്നവനെ നോക്കിക്കൊണ്ട് ആമി ബെഡിലേക്ക് കിടന്നു. പക്ഷേ എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. പതിവിന് വിപരീതമായി വയറ്റിൽ കിട്ടുന്ന തട്ടുമുട്ടും അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിയിച്ചു. സാധാരണ 2 പേരും സൈലൻ്റാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കൈകൾ വയറോട് ചേർത്ത് വെക്കുമ്പോൾ അച്ഛൻ്റെ അസ്വസ്ഥതയാണോ കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്ന് തോന്നി അവൾക്ക്. അവളുടെ ചിന്തകൾ വീണ്ടും അവനിലേക്ക് പോയി. തൻ്റെ കൈകളിൽ ഇപ്പോഴും അവൻ്റെ ശരീരത്തിൻ്റെ ചൂട് തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ആമി പതിയെ ബെഡിൽ നിന്ന് തല ഉയർത്തി നോക്കിയതും യാദവ് കാപ്പി കുടിച്ചു കഴിഞ്ഞ് കപ്പ് ടേബിളിൽ വെക്കുന്നതാണ് കാണുന്നത്. അവൻ കബോർഡ് തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ വെറുതെ കണ്ണടച്ച് കിടന്നു. യാദവ് ആമിയെ ഒന്ന് നോക്കിയതിനു ശേഷം ഒരു ടവലെടുത്ത് ബാത്റൂമിലേക്ക് പോയി. പിന്നെ നന്നായി ഒന്ന് കുളിച്ച് പുറത്തേക്ക് വന്നു. കുറച്ചു കഴിഞ്ഞൊരു ടവൽ മാത്രം എടുത്ത് പുറത്തേക്ക് വന്നവനെ കണ്ടതും ആമിയുടെ ശ്രദ്ധ വീണ്ടും അവനിലേക്ക് പോയി. നെഞ്ചിൽ വെച്ച് കെട്ടിയിരിക്കുന്ന ബാൻഡേജ് എടുത്തു മാറ്റി ആ മുറിവ് നന്നായി അവൻ തന്നെ ഡ്രസ്സ് ചെയ്തു. പെട്ടെന്നാണ് മുതുകിൽ എന്തോ വേദന അവന് തോന്നിയത്. കണ്ണാടിയുടെ മുതുകിൽ തെളിഞ്ഞു കാണുന്ന മുറിവ് സത്യത്തിൽ എപ്പോഴാണ് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തന്നെ കൊണ്ടാവുന്ന വിധം ആ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മുതുകിലായതുകൊണ്ട് അവൻ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല.
പിന്നെ അത് കാര്യമാക്കാതെ ബ്ലഡ് തുടക്കാനെടുത്ത കോട്ടൺ അവിടെ തന്നെ വെച്ച് യാദവ് എഴുന്നേൽക്കാൻ നിന്നപ്പോഴാണ് അവന് പുറകിൽ നിൽക്കുന്ന ആമിയെ അവൻ മിററിലൂടെ കണ്ടത്. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവളുടെ അടുത്ത നീക്കം. അവൻ താഴെയിട്ട കോട്ടൺ എടുത്തുകൊണ്ട് അവൻ്റെ മുതുകിൽ കാണുന്ന അവൾ മുറിവിലേക്ക് ചേർത്തു. പിന്നെ ആ മുറിവിൽ നിന്ന് ഈർപ്പം മുഴുവൻ ഒപ്പിയെടുത്തു. മറ്റൊരു കോട്ടണിൽ മരുന്ന് പുരട്ടി അത് ഡ്രസ്സ് ചെയ്തു. ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒന്നും ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അവളുടെ ശ്രദ്ധ അവൻ്റെ മുതുകിൽ കാണുന്ന ചെറുതും വലുതുമായ മുറിവുകളിലേക്കായിരുന്നു. ഓരോ മുറിവിലും മരുന്ന് പുരട്ടി കൊടുക്കുന്ന ആമിയെ അവൻ മിററിലൂടെ നോക്കി നിന്നു. ഓരോ മുറിവിലും മരുന്ന് വെക്കുമ്പോൾ ചുളിയുന്ന അവളുടെ മുഖം ശ്രദ്ധിക്കുകയായിരുന്നു അവൻ. അവസാനത്തെ ചെറിയ മുറിവിലും മരുന്ന് വെച്ചതിനു ശേഷം ആമി യാദവിൽ നിന്ന് തൻ്റെ കൈ പിൻവലിച്ച് അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തേക്ക് പോയി. അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയാണവൻ. അവൻ്റെ നോട്ടത്തിൽ ആമിയൊന്ന് പതറി. മുതുകിൽ കാണുന്ന മുറിവിൽ മരുന്ന് പുരട്ടൽ കഴിയാതെ കഷ്ടപ്പെടുന്ന യാദവിനെ കണ്ടപ്പോൾ കഷ്ടം തോന്നി വന്നതാണ് ആമി. അവനെ സഹായിക്കണമെന്ന് മാത്രമേ അപ്പോൾ തോന്നിയുള്ളൂ. എന്നാൽ ഇപ്പോൾ എന്തോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തതുപോലെ. നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടൊന്നുമല്ല, ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ സഹതാപം തോന്നി. തന്നെ കണ്ണിമ ചെമ്മാതെ നോക്കി നിൽക്കുന്ന യാദവിനെ നോക്കിക്കൊണ്ട് ആമി പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളമൊന്ന് പിടഞ്ഞു. അതിന് നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, അത് പ്രതീക്ഷിക്കുന്ന പോലുമില്ല. അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് യാദവ് മറുപടി പറഞ്ഞപ്പോൾ ആ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആ നിമിഷം ആമി. പിന്നെ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയതിനു ശേഷം അവൾ തിരിഞ്ഞു നടന്നു. 7-ാം മാസം തുടങ്ങിയത് കൊണ്ട് തന്നെ ആമിക്കിപ്പോൾ അത്യാവശ്യം വയറുണ്ട്. ആ വയറിൽ കൈവച്ച അസ്വസ്ഥതയോടെ ബെഡിനടുത്തേക്ക് നടന്നു പോകുന്നവളെ അവനൊന്ന് നോക്കി. പിന്നെ ചെയറിൽ നിന്നും എണീറ്റു. ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചുവെങ്കിലും ഉറക്കം വരാത്തതുപോലെ. ഇപ്പോഴും അവൻ്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണവൾ. ഷോൾഡർ പറ്റിക്കിടക്കുന്ന മുറിവുകളും അതിൽ നിന്ന് ചോര പൊടിഞ്ഞു കിടക്കുന്നതും കണ്ടപ്പോൾ ഒന്നുള്ള പിടഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും അറിയില്ല. ആ മുറിവുകളും വെച്ചാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് കുറച്ചു മുൻപ് വരെ തന്നെ പരിചരിച്ചതെന്ന് മനസ്സിലേക്ക് വന്നപ്പോൾ പിന്നെ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് പോയി സഹായിച്ചത്. പക്ഷേ അവസാനത്തെ ആ വാക്കുകൾ ഒന്ന് തിരിഞ്ഞു കിടന്നപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും അവനിലെത്തി നിന്നു. ഒരു ട്രാക്ക് പാൻസും പിന്നെ സ്ലീവ്ലെസ് ഷർട്ടുമാണ് വേഷം. പക്ഷേ ഷോൾഡറിലുള്ള ബാൻഡേജ് എടുത്ത് കാണാം. സോഫയിലേക്ക് പില്ലോ വെച്ച് കിടക്കാൻ പോകുന്നവനെ കണ്ടതും അവൾക്ക് കുറച്ചു മുൻപ് കണ്ട കാഴ്ച ഓർമ്മ വന്നു. പനി പിടിച്ച് സോഫയിൽ ചുരുണ്ട് കിടക്കുന്ന യാദവ്, ചുട്ടുപൊള്ളുന്ന അവൻ്റെ ശരീരം. അതോർക്കെ അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ തൻ്റെ ഉദരത്തിലേക്ക് പോയി. അവൾ തൻ്റെ കണ്ണുകളൊന്ന് മുറുക്കെ അടച്ചു. പിന്നെ യാദവിനെ ഒന്ന് തല ഉയർത്തി നോക്കി. സോഫയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്നവനെ കണ്ടതും എന്തോ അവളിൽ ഒരു വല്ലായ്മ നിറഞ്ഞു. അവനോടിവിടെ കിടന്നു എന്ന് പറയാൻ തോന്നിയെങ്കിലും ആമി പിന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ തനിക്ക് വയ്യാതിരുന്നപ്പോൾ അവൻ തന്നെ പരിചരിച്ചത് ഓർമ്മ വന്നതും അവൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് പോയി സോഫയിൽ കിടക്കുന്ന അവനെ ഒന്ന് നോക്കി. ഇപ്പോഴും കണ്ണടച്ചാണ് കിടക്കുന്നത്. ബെഡിൽ സ്ഥലമുണ്ട്, അവിടെ കിടക്കാം. അതുമാത്രം പറഞ്ഞുകൊണ്ട് ആമി അവനെ നോക്കാതെ ബെഡിലേക്ക് പോയി കിടന്നു. എന്നാൽ അതുവരെ കണ്ണടച്ച് കിടന്നവൻ അവളുടെ വാക്കുകൾ കേട്ടതും കണ്ണു തുറന്നു നോക്കി. അപ്പോഴേക്കും ആമി നടന്നു പോയി കഴിഞ്ഞിരുന്നു. അവൻ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം സോഫയിലുള്ള പില്ലോ എടുത്ത് ബെഡിലേക്ക് നടന്നു. തനിക്കടുത്ത് യാദവ് കിടക്കുന്നത് അറിഞ്ഞതെങ്കിലും ആമി കണ്ണു തുറന്ന് നോക്കിയില്ല. ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം യാദവും കണ്ണുകൾ അടച്ചു കിടന്നു. അടുത്ത ദിവസം യാദവ് എഴുന്നേൽക്കുമ്പോൾ പതിവിന് വിപരീതമായി മനസ്സിന് വല്ലാത്തൊരു തണുപ്പ് തോന്നി. തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ആമിയെ നോക്കിയതിനു ശേഷം അവൻ ബെഡിൽ നിന്നും എണീറ്റ് ഫ്രഷായി നേരെ ജിമ്മിലേക്ക് പോയി. ആമി എണീക്കുമ്പോൾ കുളിച്ച് ഫ്രഷായി റെഡിയാവുന്ന യാദവിനെയാണ് ആമി കണ്ടത്. പിന്നെ വേഗം ഫ്രഷായി പുറത്തു വരുമ്പോഴേക്കും യാദവ് പോയിരുന്നു. ഇനിയും വില്ലയിൽ തന്നെ ഇരുന്നാൽ ശരിയാകില്ല എന്നറിയാവുന്നത് കൊണ്ട് യാദവും സേവിയറും ഓഫീസിലേക്ക് പോയിരുന്നു. കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട്. ഇനി എന്തായാലും 1 മാസം കൂടിയേ ഓഫീസിൽ പോകൂ എന്ന് അവൻ ഉറപ്പിച്ചതാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ രഘുരാജ ഡിസ്ചാർജ് ആവൂ. അവൻ പുറത്തു വന്നാൽ പിന്നെ താൻ ആമിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. രഘുരാജ ഡിസ്ചാർജ് ആവുന്നത് വരെ അവൻ്റെയും ആളുകളെയും ശല്യമുണ്ടാവില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. അല്ലെങ്കിലും പകമുറ്റിയ അവൻ തൻ്റെ ഇരയെ പിടിക്കാൻ സ്വയം കളത്തിലിറങ്ങും. അതിനു മുൻപ് എല്ലാം ഒരു കര പറ്റിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ആമി. അവൾ ഫ്രഷായി വരുമ്പോഴേക്കും യാദവ് ഓഫീസിൽ പോയിരുന്നു. അപ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത്. ഡോറ് തുറന്ന് ഇന്ദു അമ്മൻ മുൻപിൽ നിൽക്കുന്ന ആളുകളെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു.